ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും വാഹനം പഠിക്കുന്നവരും അതിനുശേഷം ലൈസൻസ് എടുത്തിട്ട് സ്വന്തമായിട്ട് വാഹനം ആദ്യമായിട്ടൊക്കെ ഓടിച്ചു തുടങ്ങുന്നത്, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ട്രിക്കുകളും അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ബോക്സും ക്ലച്ചും യൂസ് ചെയ്യുമ്പോൾ ഈ മിസ്റ്റേക്കുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സീരിയസ് ആയിട്ട് കണക്കാക്കാത്ത ചില കാര്യങ്ങളാണ് ഡ്രൈവിങ്ങിൽ ക്ലച്ചും ഗിയർ ബോക്സും ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ. എന്നാൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് പിന്നീട് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് തുടങ്ങുന്ന ടൈമിൽ ഈ മിസ്റ്റേക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനും ക്ലച്ചിനും ക്ലച്ച് ഡിസ്കിനും ഒക്കെ വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി നൽകുന്നതായിരിക്കും. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ക്ലച്ചും ഗിയർ ബോക്സും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന് നമുക്ക് ക്ലച്ചിനെ സെപ്പറേറ്റ് ആക്കി ഗിയർ ബോക്സിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് പറയേണ്ടതായിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനൊരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ പല ആൾക്കാരും ക്ലച്ചും ഗിയർ ബോക്സും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സംഭവിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേൽ വരും, അതിനുശേഷം നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പല ആൾക്കാരും എന്ത് ചെയ്യും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല, ഒന്നെങ്കിൽ ഒരു ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ ഒരു 3/4% ചവിട്ടി പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ആണ് കിടക്കുന്നതെങ്കിൽ ഫുൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ അപകടങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. അത് റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് ജമ്പ് ചെയ്യും. കാരണം ഫുൾ ക്ലച്ച് ചവിട്ടാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിനും ഗിയർ ബോക്സിനും ഒരേ ടൈമിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം ഈ ജമ്പിങ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വണ്ടി മുന്നോട്ട് ചാടും, അതനുസരിച്ച് അപകടങ്ങൾ കൃത്യമായിട്ടും ഉണ്ടാകും. അപ്പം നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതെന്തിനാണ് അങ്ങനെ പറയുന്നത്, നമ്മുടെ വണ്ടി ഒരു ഗിയറിൽ കിടക്കുന്ന സമയത്ത് ഈ ഗിയറിൽ നിന്നുള്ള ഒരു പിടുത്തം നമുക്ക് താൽക്കാലികമായിട്ട് എഞ്ചിനും ആയിട്ടുള്ള ഒരു പിടുത്തം നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടണം. അതായത് എപ്പോഴൊക്കെ നമുക്ക് ഗിയറും എഞ്ചിനും തമ്മിലുള്ള പിടുത്തം കട്ട് ചെയ്യണം, ആ കട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയെങ്കിൽ മാത്രമേ എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം കട്ട് ഓഫ് ആകുകയുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് തന്നെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പല ആൾക്കാരും ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിനും ക്ലച്ചിനും ഒരേ രീതിയിൽ കംപ്ലൈൻറ്റ് വരുന്ന രീതിയിൽ പല ആൾക്കാരും ഗിയർ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിയെ മൂവ് ആക്കിയിട്ട് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന ടൈം വരുമ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, പെട്ടെന്ന് അടുത്തൊരു ഗിയറിലേക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പെട്ടെന്ന് കാലെടുത്ത് ക്ലച്ചേ വെക്കും, ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല, എന്നിട്ട് അടുത്തൊരു ഗിയറിലേക്ക് വലിച്ചിടുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. ഫുൾ ക്ലച്ച് ചവിട്ടാത്തത് കൊണ്ട് തന്നെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. അങ്ങനെ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകുക. മൂവ്മെൻറ്റ്സ് ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആക്സിലറേഷൻ ജസ്റ്റ് കുറയ്ക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി പതുക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. ആ റണ്ണിങ്ങിൽ പതിയെ ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടുക, എന്നിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ക്ലച്ച് നയിക്കുക, ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഗിയർ ഇടാനും ക്ലച്ച് കാലയക്കാനുമായിട്ടുള്ള ടൈം കിട്ടും. അതായത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ബോക്സിനോ ക്ലച്ചിനോ കംപ്ലൈൻറ്റ് ഇല്ലാതെ അടുത്തൊരു ഗിയർ ഇടാം. ഇടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്കോ തേർഡ് ഗിയറിലേക്കോ ഇടുമ്പോൾ ഉണ്ടാകുന്ന ജെർക്കിങ്ങും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പം സെക്കൻഡിൽ നമ്മളിങ്ങനെ ഇട്ട് പോകുന്നു, പിന്നെ നിങ്ങൾ തേർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കണം. റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആദ്യം
ആക്സിലറേഷൻ കൊടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ്സ് ആക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത മൂവ്മെൻറ്റിൽ വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യാം, സാവധാനം ക്ലച്ച് പൂർണ്ണമായിട്ട് അങ്ങ് ചവിട്ടി പിടിക്കുക. എന്നിട്ട് തേർഡ് ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ച് നയിക്കുക, പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുക. ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലച്ച് ഡിസ്കിനോ ഗിയർ ബോക്സിനോ കംപ്ലൈൻറ്റ് ഇല്ലാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടാൻ കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ പല ആൾക്കാരും ക്ലച്ചും റിവേഴ്സ് ഗിയറും ഇടുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കും കൂടെ പറയാം. ഇനി അതുപോലെ തന്നെ പല ആൾക്കാരും ക്ലച്ചും റിവേഴ്സ് ഗിയറും ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നു, വണ്ടി തിരിക്കുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുമല്ലോ. ഇടുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പലരും ചെയ്യുന്നതാണ്, വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ട് പോകുന്നു, വണ്ടി നിർത്താനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി അങ്ങോട്ട് നിർത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, റിവേഴ്സ് ഗിയറിലേക്ക് വലിച്ചങ്ങിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു സൗണ്ടും ഉണ്ടാകും. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ വണ്ടി മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗിയർ ബോക്സിൻ്റെ കറക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി നിന്നിട്ട്, അതായത് വണ്ടിയുടെ ആ ഗിയർ ബോക്സിൽ നമ്മൾ അങ്ങനെ പോയി ആ വണ്ടി അവിടെ സ്റ്റോപ്പായി, വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ടും നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ റിവേഴ്സ് ഗിയർ ഇടാനായിട്ട് പാടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അനാവശ്യമായിട്ട് നമ്മൾ ക്ലച്ച് ഇങ്ങനെ താങ്ങിയിട്ട് വണ്ടി ഓടിക്കാതിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഗിയറിൽ പോകുന്നു, അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, ഫസ്റ്റിൽ നിന്ന് ക്ലച്ച് ഔട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, വീണ്ടും നമ്മൾ ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഇങ്ങനെ ഇട്ട് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ക്ലച്ചിലേക്ക് കാല് വെച്ച് ഓടിക്കാതിരിക്കുക. എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്ത് പോകാതിരിക്കുക. കാരണം ഇങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ക്ലച്ചിലേക്ക് ഒരു വെയിറ്റ് നമ്മളുടെ ഇടത്തേക്കാലിൻ്റെ വെയിറ്റ് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഡിസ്ക് വളരെ വേഗത്തിൽ തീരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റെസ്റ്റിനായിട്ട് ക്ലച്ച് പെഡലിലേക്ക് കാല് വെക്കാതിരിക്കുക. നമ്മൾ ഒരു ഗിയർ മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് താഴെ തന്നെ വെക്കുക. ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ, ഇപ്പം നമ്മളിങ്ങനെ തേടി പോകുന്നു, കുറച്ച് മുന്നിൽ ഒരു കയറ്റം കാണുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ശകലം നേരത്തെ നമ്മൾ ക്ലച്ചിലേക്ക് ഇങ്ങനെ ഒന്ന് വന്ന് റെഡി ആയിട്ട് നിന്നിട്ട് കയറ്റത്തിൻ്റെ അടുത്ത് വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുക. എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക, ക്ലച്ച് എന്ന് കാലയക്കുക, വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പോവുക. ഇങ്ങനെ മാത്രമേ നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒപ്പം തന്നെ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരമാവധി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് ഗിയർ ലിവറിൽ കൈ ഹോൾഡ് ചെയ്ത്, അതായത് നമ്മൾ അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്നതിന് മുന്നേ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഒരുപാട് നേരം ഇതിനകത്ത് ബലം കൊടുത്തിരിക്കുക. നമ്മൾ റെസ്റ്റിനായിട്ട് ഒന്നെങ്കിൽ കൈ ഇങ്ങനെ താഴോട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൈ പിടിച്ച് ഓടിക്കുന്നതാണ് ബെറ്റർ. ഇവിടെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പ്രഷർ ചെല്ലുമ്പോൾ നമ്മളുടെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ആ ടീത്തിനോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഗിയറുമായിട്ട് അനുബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു പരിധിവരെ ക്ലച്ചും ഗിയർ ബോക്സും ഉപയോഗിക്കുമ്പോൾ ബിഗിനേഴ്സ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.